أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഇന്ന് റമദാനിലെ അവസാനത്തെ ജുമയാണ്. റമദാൻ കഴിഞ്ഞുപോയി. ഒരുപാട് പേർ റമദാനിൽ ഇബാദത്തുകളിലും അതുപോലെ തങ്ങൾക്കുള്ളിലും സവിശേഷമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പദ്ധതികൾ ഉണ്ടാക്കിയിട്ടുണ്ടാകും. എന്നാൽ വിചാരിച്ചതുപോലെ അത് പ്രാവർത്തികമാക്കാൻ സാധിച്ചിട്ടുണ്ടാകില്ല. എനിക്ക് പലരും ഇത്തരത്തിൽ കത്തെഴുതാറുണ്ട്. ഇന്ന് റമദാനിലെ അവസാന ദിവസവും ഏതാനും മണിക്കൂറുകൾക്കകം അവസാനിക്കുകയായി. ജുമാ ദിവസം വളരെ അനുഗ്രഹീതമായ ദിവസമാണ്. ഇതിലൊരു സമയം വരും, അപ്പോൾ ദുആ സ്വീകൃതിയുടെ പ്രത്യേക സമയമായി അത് മാറുന്നതാണ്. ചുരുക്കത്തിൽ നമ്മുടെ റമദാന്റെ ദിവസങ്ങൾ നമ്മൾ ആഗ്രഹിച്ചതുപോലെ, അല്ലെങ്കിൽ ഒരു വിശ്വാസി ആഗ്രഹിക്കുന്നത് പോലെ കടന്നു കഴിഞ്ഞിട്ടില്ലെങ്കിൽ തന്നെയും നമുക്ക് ഇന്ന് ഈ അവശേഷിക്കുന്ന സമയത്ത് അള്ളാഹു നമ്മുടെ ദൗർബല്യങ്ങളെ മാപ്പാക്കി തന്നുകൊണ്ട് നമുക്കുമേൽ അനുഗ്രഹങ്ങൾ വർഷിച്ചുകൊണ്ട് അള്ളാഹു നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് പോലെ നമുക്ക് നമ്മുടെ ജീവിതത്തെ സ്ഥായിയായ മാർഗങ്ങളിലൂടെ കഴിച്ചു കൂട്ടാൻ തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാനാകും. അതിനുവേണ്ടി നാം ശപഥം ചെയ്യുകയും വേണം. അള്ളാഹു വലിയ ഔദാര്യവാനാണ്. അവൻ നമ്മുടെ ദുആകൾ സ്വീകരിക്കുന്നതിന് റമദാൻ മാസത്തിൽ ജുമാ ദിവസം ഒരു പ്രത്യേക സമയം ഉണ്ട് ദുആ സ്വീകരിതക്ക് എന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് ജുമാ ദിവസത്തിന്റെ പൊതുവിലുള്ള പ്രത്യേകതയാണ് ദുആ സ്വീകാര്യത എന്ന് പറഞ്ഞത്. ചുരുക്കത്തിൽ നമ്മൾ ഇന്ന് നമ്മുടെ ദുആകളിൽ ഈ റമദാനു ശേഷവും നമ്മുടെ തഖ്വയുടെ നിലവാരം ഉയർത്തിക്കൊണ്ടിരിക്കുമെന്നും അതിനുവേണ്ടി പരിശ്രമിക്കുമെന്നും അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കാൻ പ്രയത്നിക്കുമെന്നും ശപഥം ചെയ്യുകയാണെങ്കിൽ, അതുപോലെ അടുത്ത ജുമാ വരെയും നമ്മുടെ ഇബാദത്തുകളെ അള്ളാഹുവിന് വേണ്ടി സ്വച്ഛമാക്കി വെക്കുന്നതാണെന്നും ശപഥം ചെയ്യുകയാണെങ്കിൽ, പിന്നെ ഓരോ ജുമായുടെയും ഇടയിലുള്ള കാലത്തെ തങ്ങളുടെ ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും മുഖേന അലങ്കരിക്കാൻ ശ്രമിക്കുമെന്നും ദീനിനെ ദുനിയാവിനേക്കാൾ മുന്തിക്കുമെന്നും പ്രയത്നം ചെയ്യുകയും പ്രതിജ്ഞ ചെയ്യുകയും ചെയ്താൽ, അതുപോലെ ചില സാഹചര്യങ്ങൾ കൊണ്ട് പ്രാവർത്തികമാക്കാൻ കഴിയാതെ പോയ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധമായ മാറ്റമുണ്ടാക്കാൻ റമദാൻ മാസത്തിൽ നമ്മൾ ഉണ്ടാക്കിയ പ്രോഗ്രാമുകളെ അടുത്ത റമദാൻ വരെയും പൂർത്തിയാക്കാൻ ശ്രമിക്കുമെന്നും ശപഥം ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മൾ കർമ്മനിരതരാകുമ്പോഴാണ് യഥാർത്ഥ തഖ്വ ഉളവാകുന്നത്. നമ്മൾ ആത്മാർത്ഥരായി നമ്മുടെ ഇബാദത്തുകളും കർമ്മങ്ങളും ദൈവപ്രീതിക്ക് വേണ്ടി അനുഷ്ഠിക്കുകയാണെങ്കിൽ അള്ളാഹു അവൻ എല്ലാവരേക്കാളും വലിയ കാരുണ്യവാനാണ്, കരുണാമയനും കരുണാനിധിയുമാണ്. അവൻ നമുക്കുമേൽ അനുഗ്രഹങ്ങൾ ചൊരിയുന്നതാണ്. ഈ കർമ്മങ്ങളിൽ ചിലത് ഒരു പരിധിവരെ റമദാനിൽ നമുക്ക് പ്രവർത്തികമാക്കാൻ കഴിഞ്ഞതുമാണ്. അതുകൊണ്ട് തന്നെ യഥാർത്ഥ കാര്യം തഖ്വയാണ്. യഥാർത്ഥ സംഗതി സ്ഥിരോത്സാഹത്തോടെ ദൈവകൽപ്പനകളെ പ്രാവർത്തികമാക്കുകയാണ്. യഥാർത്ഥ വിഷയം അള്ളാഹുവിനോടുള്ള ഭയഭക്തിയും അവൻ്റെ തൃപ്തിയും സ്വായത്തമാക്കുകയാണ്. ഇതുണ്ടെങ്കിൽ
നമ്മൾ തിരികെ ഭൗതികതയുടെ ജീവിതത്തിലേക്ക് ചായാതെ, അതായത് ദീനിനെ ദുനിയാവിനേക്കാൾ മുന്തിക്കും എന്ന ശപഥം മറക്കുകയാണെങ്കിൽ ഈ റമദാനിൽ ചെയ്ത ഏതു തരത്തിലെ ഇബാദത്തുകളും നന്മ ആർജിക്കാനുള്ള പരിശ്രമങ്ങളും നമ്മൾ ആർജിക്കാനുള്ള പരിശ്രമം നാം നടത്തുകയാണെങ്കിൽ അള്ളാഹു അവയെ സ്വീകരിച്ചരുളുന്നതാണ്. ഈ ഒരു കാര്യം എപ്പോഴും നമ്മുടെ മുന്നിലുണ്ടായിരിക്കണം. ഈ ലക്ഷ്യം കരസ്ഥമാക്കുന്നത് ഓരോ അഹമ്മദിയും അതിനുവേണ്ടി സദാ നേരവും ഇതേക്കുറിച്ച് ചിന്തിക്കണം. നമ്മൾ നമ്മുടെ ജീവിതങ്ങളെ തഖ്വക്ക് അനുസൃതമായി, ഭയഭക്തിക്ക് അനുസൃതമായി നയിക്കുകയും അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കാൻ വേണ്ടി കഴിച്ചുകൂട്ടുകയുമാണെങ്കിൽ നമ്മൾ നമ്മുടെ മക്കൾക്കും തലമുറകൾക്കും മുന്നിൽ നാം ഒരു മാതൃക സമർപ്പിക്കുന്നവരായി തീരുന്നതാണ്. അങ്ങനെ നന്മയുടെ നുര ഒരു തലമുറയിൽ നിന്നും അടുത്ത തലമുറയിലേക്ക് പകർന്നുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഈ കാലഘട്ടത്തിൻ്റെ ഇമാമിനെ, അതുപോലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യദാസനെ ബയ്യത്ത് ചെയ്തവരാണ്. നമ്മൾ ഏതൊക്കെ നിബന്ധനകളുടെ അടിസ്ഥാനത്തിലാണോ ബയ്യത്ത് ചെയ്തിട്ടുള്ളത് അവയുടെ രക്തചുരുക്കം ഇതാണ്: എപ്പോഴും നാം തഖ്വയിൽ, ഭയഭക്തിയിൽ ചരിക്കുന്നതാണ്. ഇതിനുവേണ്ടി ഹസ്രത്ത് മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം ആവർത്തിച്ചാവർത്തിച്ച് നമ്മെ ഉപദേശിച്ചിട്ടുമുണ്ട്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വിപ്ലവം കേവലം വർഷാവർഷം ഒരു മാസത്തേക്ക് മാത്രം നീണ്ടു നിൽക്കുന്ന വിപ്ലവമായി പോകരുത്. വർഷത്തിൽ കേവലം ഒരു മാസത്തെ വിപ്ലവം ഉണ്ടാക്കാനുള്ള ശ്രമമായി അത് അവസാനിക്കരുത്. തീർച്ചയായും റമദാനിൽ തഖ്വയുടെ നിലവാരങ്ങൾ സ്വായത്തമാക്കുന്നതിന് അള്ളാഹു സുശിക്ഷണത്തിൻ്റെ, തർബിയത്തിൻ്റെ ഒരു അന്തരീക്ഷം, അതുപോലെ ഒരു സംവിധാനവും നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് എന്നത് ശരിയാണ്. എന്നാൽ അത് ഓരോ റമദാനു ശേഷവും നമ്മുടെ തഖ്വയുടെ അടുത്ത ഉയർന്ന നിലവാരത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടിയാണ്. അല്ലാതെ റമദാനെയും നമ്മൾ വിട പറഞ്ഞ ശേഷം വീണ്ടും പഴയപടിയിലേക്ക് തിരിച്ചു പോകുന്നതിന് വേണ്ടിയല്ല. ചുരുക്കത്തിൽ ഹസ്രത്ത് മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം തഖ്വയുടെ നിലവാരം ഉയർത്താനും നമ്മുടെ കർമ്മ സംസ്കരണത്തിനും വേണ്ടിയാണ് നിയോഗിക്കപ്പെട്ടത്. അക്കാര്യം അദ്ദേഹം പലവരും ഉപദേശിച്ചിട്ടുമുണ്ട്. ഒരു സന്ദർഭത്തിൽ ആ മഹാത്മാവ് ഇപ്രകാരം പറയുന്നു: സത്യത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും കാലം വീണ്ടും വരുന്നതിനും ഹൃദയങ്ങളിൽ ഭയഭക്തി സംജാതമാകുന്നതിനും വേണ്ടിയാണ് ഞാൻ നിയോഗിതനായിരിക്കുന്നത്. ആയതിനാൽ ഈ കർമ്മങ്ങൾ തന്നെയാണ് എൻ്റെ അസ്തിത്വത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം. ഇതിനാണ് ഞാൻ വന്നിട്ടുള്ളതും. പറയുന്നു, വീണ്ടും വാനലോകം ഭൂമിയുടെ സമീപം എത്തുന്നതാണ്. അത് ഭൂമിയിൽ നിന്നും അകന്ന അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. വീണ്ടും ഭൂമിയോട് അത് അടുക്കപ്പെടും എന്ന് എന്നോട് പറയപ്പെട്ടിരിക്കുന്നു. ഇക്കാര്യങ്ങളെല്ലാം എപ്പോഴും നാം മുമ്പിൽ വെക്കണം. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം ഖിലാഫത്ത് ആല മിൻഹാജുൻ നുബുവ, നുബുവത്തിൻ്റെ പാതയുള്ള ഖിലാഫത്തിലൂടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചന പ്രകാരം ഖയാമത്ത് വരെ നിലനിൽക്കേണ്ട കാലഘട്ടമാണ്. അദ്ദേഹത്തെ വിശ്വസിച്ചവർ മാത്രമാണ് സത്യത്തിൽ അടിയുറച്ചുകൊണ്ട് തങ്ങളുടെ വിശ്വാസങ്ങളെ സംരക്ഷിക്കേണ്ടവർ. അവരാണ് അതിൻ്റെ ഉന്നത നിലവാരം സ്വായത്തമാക്കേണ്ടവർ. ഇത് കേവലം ഒരു മാസം മാത്രം ഒതുങ്ങുന്ന നന്മകൾ ചെയ്യാനുള്ള ആഗ്രഹങ്ങൾ കൊണ്ടോ നന്മകൾ ചെയ്തതുകൊണ്ടോ, ഒരു മാസത്തെ ഇബാദത്തുകളിലെ പ്രത്യേക അഭിരുചിയും കൊണ്ടോ, അല്ലെങ്കിൽ മസ്ജിദുകളെ ഒരു മാസത്തേക്ക് പ്രത്യേകമായി സജീവമാക്കുന്നത് കൊണ്ടോ മാത്രം കരസ്ഥമാക്കാൻ കഴിയില്ല. മറിച്ച് ഒരു സത്യത്തെ അംഗീകരിക്കുകയും അദ്ദേഹത്തെ വാഗ്ദത്ത മസീഹ് മഹദി എന്ന് വിശ്വസിച്ചുകൊണ്ട് ബയ്യത്ത് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈമാന്റെ നിലവാരത്തെ ഉയർത്താൻ വേണ്ടിയും നമ്മൾ പ്രത്യേകം പ്രയത്നിക്കേണ്ടതാണ്. നമ്മൾ അങ്ങനെയായാൽ നമ്മൾ ഹജരത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമുമായി പ്രത്യേക ബന്ധമുള്ളവരുടെ ഗണത്തിൽ ഉൾപ്പെടുന്നതാണ്. അവരായിരിക്കും ബയ്യത്തിന്റെ ഉദ്ദേശം മനസ്സിലാക്കിയവർ, അതിനെ യഥാവിധി പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നവർ. ഇവരെ സംബന്ധിച്ചാണ് അള്ളാഹു ഹജരത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിനോട് ഞാൻ നിന്നോടൊപ്പവും നിന്റെ പ്രിയർക്കൊപ്പവും എന്ന് പറഞ്ഞത്. ഒരു ഇൽഹാമാണ് ഉറുദുവിലുള്ള. ഒരാളുടെ പ്രിയപ്പെട്ടവനാകുന്നതിന് വേണ്ടിയുള്ള അടിസ്ഥാനപരമായ നിബന്ധന
അയാളുടെ വാക്കുകളെ പ്രാവർത്തികമാക്കുകയും അയാളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായി ജീവിതം നയിക്കുകയുമാണ്. അഥവാ അങ്ങനെ അത് ഉണ്ടാകേണ്ടതുമുണ്ട്. ഇവിടെ അള്ളാഹു സ്വയം തന്നെ ഹദരത്ത് മസീഹ് ഇസ്ലാമിന്റെ പ്രിയപ്പെട്ടവർക്കൊപ്പമാണെന്ന് വിളംബരം ചെയ്തിരിക്കുന്നു. അള്ളാഹു കൂടെ ഉണ്ടെങ്കിൽ അത്തരം ഒരാൾക്ക് പിന്നെ എന്തിൻ്റെ ആവശ്യമാണുള്ളത്? നമ്മിൽ സൗഭാഗ്യവാന്മാർ വിശ്വാസത്തിന്റെ ഈ ഒരു പദവി സ്ഥാനം നേടിയവനാണ്. അങ്ങനെ അവരോടൊപ്പം അള്ളാഹു എപ്പോഴും കൂടെ ഉണ്ടാകുന്നതാണ്. അവരുടെ ഇഹപരങ്ങൾ വിജയപ്രദമാകുന്നതാണ്. ആയതിനാൽ നമ്മൾ തഖ്വ കരസ്ഥമാക്കിക്കൊണ്ട് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ സ്ഥിരോത്സാഹത്തോടെ ശ്രമിക്കുമ്പോഴാണ് ഇത് പ്രാപ്യമാകുകയുള്ളൂ. ഇവിടെ കേൾപ്പിച്ച ഈ ഉദ്ധരണിയിൽ മസീഹ് അലൈഹി ഇസ്ലാം ഇപ്രകാരം പറയുകയുണ്ടായി: ആകാശം വീണ്ടും ഭൂമിയുടെ സമീപസ്ഥമാകുന്നതാണ്. ആകാശവും ഭൂമിയും സമീപസ്ഥമാകുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ അനുഗ്രഹങ്ങളും കിട്ടുന്നതാണ്. നമ്മൾ ഖുറാന്റെയും സുന്നത്തിന്റെയും വെളിച്ചത്തിൽ ജീവിക്കുമ്പോഴാണ് അള്ളാഹു നമ്മുടെ സമീപസ്ഥനാകുക. അതെല്ലാം ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം വളരെ സ്പഷ്ടമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അള്ളാഹു ദുആകൾ കേൾക്കുന്ന, അള്ളാഹു അനുഗ്രഹങ്ങൾ വർഷിക്കുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുന്നതാണ്. ഈ ദൃശ്യങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കാണുമ്പോൾ മറ്റുള്ള ആളുകളും പൂർണ്ണ വിശ്വാസത്തോടു കൂടി അള്ളാഹുവുമായി നിങ്ങൾ ജീവൽ ബന്ധമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, തങ്ങളുടെ വിശ്വാസത്തെ സുദൃഢീകരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യദാസനെ സ്വീകരിക്കൂ എന്ന് പറഞ്ഞ് നമുക്കും മറ്റുള്ളവരെ ക്ഷണിക്കാൻ അപ്രകാരം കഴിയുന്നതാണ്. ഇത് തഖ്വ സ്വായത്തമാക്കുന്നതിലൂടെ മാത്രമേ സംഭവ്യമാകുകയുള്ളൂ. ഈ നിലവാരം കരസ്ഥമാക്കിയതിനു ശേഷം അതിൽ സ്ഥായിയായി ഉറച്ചു നിൽക്കുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുക. ശേഷം നമുക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളുടെ ദൃശ്യങ്ങളും കാണാൻ കഴിയും. ഈ ഒരു തത്വം ഗ്രഹിച്ച നമ്മളിലുള്ള ആളുകൾ ജീവിതത്തെ നന്മയുടെയും തഖ്വയുടെയും നിലവാരത്തിലേക്ക് എത്തിച്ചവരാണ്, അഥവാ അതിനുവേണ്ടി നിരന്തരം ശ്രമിക്കുന്നവരാണ്. അവർ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളുടെ ദൃശ്യങ്ങൾ കാണുന്നതാണ്. നമ്മുടെ ജീവിതം അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിധേയമാക്കി തഖ്വയുടെ മാർഗങ്ങളിലൂടെ ചരിക്കുകയാണെങ്കിൽ നമ്മിൽ ഓരോരുത്തർക്കും ഈ ദൃശ്യം കാണാൻ കഴിയുന്നതാണ്. യഥാർത്ഥ തഖ്വ അഥവാ ഭയഭക്തി എന്താണ്? അതനുസരിച്ച് പ്രവർത്തിക്കുന്നവർ എങ്ങനെയായിരിക്കും? അവരോട് അള്ളാഹുവിൻ്റെ സമീപനം എങ്ങനെയായിരിക്കും? ഇതേക്കുറിച്ച് ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു: യഥാർത്ഥ തഖ്വയോടൊപ്പം ജാഹിലിയത്ത് അഥവാ അജ്ഞത ഒരുമിച്ച് കൂടുകയില്ല. ഇത് അടിസ്ഥാനപരമായ സംഗതിയാണ്. മുത്തക്കി ഒരിക്കലും ജാഹിലാകുന്നതല്ല. യഥാർത്ഥ മുത്തക്കി ഇബാദത്തുകൾ ചെയ്യുന്നവനായിരിക്കും. അതോടൊപ്പം അള്ളാഹുവിൻ്റെ ദാസന്മാരുടെയും അതായത് സമസൃഷ്ടികളുടെയും കടമകൾ നിറവേറ്റുന്നവരായിരിക്കും. ഈ അടിസ്ഥാനപരമായ കാര്യം എപ്പോഴും നമ്മുടെ മുന്നിൽ ഉണ്ടായിരിക്കണം. തുടർന്ന് പറയുകയുണ്ടായി, യഥാർത്ഥ തഖ്വ ഒരു നൂർ, ഒരു പ്രകാശം അടങ്ങിയതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇപ്രകാരം പറയുന്നു: യാ അയ്യുഹല്ലദീന ആമനു ഇൻ തത്തഖുല്ലാഹ യജ്അൽ ലക്കും ഫുർഖാനം വയുകഫിർ അൻകും സയ്യിആതികും വയജ്അൽ ലക്കും നൂറൻ തംശൂന ബിഹി. അതായത്, അല്ലയോ വിശ്വസിച്ചവരെ, നിങ്ങൾ മുത്തക്കിയായി അടിയുറച്ച് നിൽക്കുകയാണെങ്കിൽ, അള്ളാഹുവിനെ മുൻനിർത്തി തഖ്വയിൽ നിലകൊള്ളുകയും അതിൽ ദൃഢപാദങ്ങളുമായി നിലകൊള്ളുകയും ചെയ്യുക. അങ്ങനെയായാൽ അള്ളാഹു നിങ്ങൾക്കും അന്യർക്കുമിടയിൽ ഒരു വ്യത്യാസം കാണിച്ചു തരുന്നതാണ്. ഇത് ഹദ്രത്ത് മസീഹ് ഇസ്ലാം ആയത്തിന്റെ തർജ്ജമയല്ല, മറിച്ച് വ്യാഖ്യാനപരമായ തർജ്ജമയാണ് നൽകിയിട്ടുള്ളത്. അള്ളാഹുവിന് വേണ്ടി ഇത്ത്ഖ തഖ്വയുടെ ഗുണം സ്വായത്തമാക്കുകയും അതിൽ സ്ഥൈര്യം കാണിക്കുകയുമാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്കും അന്യർക്കുമിടയിൽ ഒരു വ്യതിരക്തത ഉണ്ടാക്കും. ഈ വ്യത്യാസം എന്തെന്നാൽ നിങ്ങൾക്കൊരു നൂർ പ്രകാശം ലഭിക്കും. അതുമായി നിങ്ങൾ എല്ലാ മാർഗങ്ങളിലൂടെയും സഞ്ചരിക്കുന്നതാണ്. അതായത് ആ പ്രകാശം നിങ്ങളുടെ എല്ലാ കർമ്മങ്ങളിലും വാക്കുകളിലും ശക്തിയിലും ആഗ്രഹങ്ങളിലും ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ ബുദ്ധിയിലും വിവേകത്തിലും പ്രകാശമുണ്ടാകും. നിങ്ങൾ ഊഹിച്ച് പറയുന്നതിൽ പോലും പ്രകാശമുണ്ടാകും. നിങ്ങളുടെ
കണ്ണുകളിലും പ്രകാശം സ്ഫുരിക്കും. നിങ്ങളുടെ കാതുകളിലും നിങ്ങളുടെ നാവുകളിലും നിങ്ങളുടെ സംഭാഷണങ്ങളിലും വിവരണങ്ങളിലും നിങ്ങളുടെ എല്ലാ അനക്കമടക്കങ്ങളിലും നൂർ അഥവാ പ്രകാശമുണ്ടാകുന്നതാണ്. നിങ്ങൾ ചലിക്കുന്ന മാർഗങ്ങൾ പ്രകാശപൂരിതമാകുന്നതാണ്. ചുരുക്കത്തിൽ നിങ്ങളുടെ ഏതെല്ലാം മാർഗങ്ങളുണ്ടോ നിങ്ങളുടെ കഴിവിലുള്ള മാർഗങ്ങളിലും നിങ്ങളുടെ ആഗ്രഹത്തിൻ്റെ മാർഗങ്ങളിലും എല്ലാം തന്നെ പ്രകാശം നിറയുന്നതാണ്. നിങ്ങൾ സമ്പൂർണമായ പ്രകാശത്തിൽ ചലിക്കുന്നതാണ്. ഈ സ്ഥാനമാണ് ഒരു വിശ്വാസി, ഒരു മുത്തഖി സ്വായത്തമാക്കാൻ ശ്രമിക്കേണ്ടത്. റമദാൻ കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു സ്ഥാനം കരസ്ഥമാക്കാൻ വേണ്ടി ശ്രമിക്കാനാവുന്നതാണ്. നമ്മളിൽ ഈ സ്ഥാനം ലഭിച്ചവർ വളരെ സൗഭാഗ്യവാന്മാരാകുന്നു. അള്ളാഹുവിൻ്റെ നിയന്ത്രണം നമ്മുടെ ഓരോ വാക്കിലും പ്രവൃത്തിയിലും ഉണ്ടാകും. നമ്മുടെ ഓരോ കർമ്മവും അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കാൻ വേണ്ടിയായി മാറും. നമ്മൾ നടക്കുന്നതും അലയുന്നതും നിൽക്കുന്നതും ഇരിക്കുന്നതും, ചുരുക്കത്തിൽ ഓരോരോ കർമ്മവും ദൈവതൃപ്തി കരസ്ഥമാക്കാൻ വേണ്ടി ഉദ്ദേശിച്ചുള്ളതായിരിക്കും. ഈ ഒരു അവസ്ഥ സംജാതമായാൽ മാത്രമാണ് നമുക്ക് അള്ളാഹുവിൻ്റെ പ്രകാശത്തിൽ നിന്നും പങ്കുകൊള്ളാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ആത്യന്തിക ലക്ഷ്യം ഭൗതികതയുടെ അലങ്കാര കോപ്പുകൾ ആകുന്നതിന് പകരം ശുദ്ധമായ ദൈവപ്രീതി ആയിരിക്കണം. അപ്പോൾ മാത്രമേ നമ്മൾ ഹദ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിൻ്റെ ആഗമന ഉദ്ദേശം പൂർത്തീകരിക്കുന്നവരായി മാറുകയുള്ളൂ. അപ്പോൾ മാത്രമേ നമ്മൾ പരിശ്രമപൂർവം നമ്മുടെ വാഗ്ദാനം, നമ്മുടെ ശപഥം നിറവേറ്റുന്നവരായി മാറുകയുള്ളൂ. ഈ ഒരു പരിശുദ്ധമായ മാറ്റം നമ്മുടെ ജീവിതത്തിൻ്റെ സ്ഥായിയായ ഭാഗമാക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ, അതിനുവേണ്ടി പരിശ്രമിക്കുന്നില്ലെങ്കിൽ, നമ്മുടെ വാദങ്ങളൊക്കെ വെറും പൊള്ളയാണ്, തെറ്റാണ്. അത്തരത്തിൽ നമുക്ക് റമദാനിൽ താൽക്കാലികമായി ചെയ്യാൻ സാധിച്ച നന്മകളും പ്രയോജനരഹിതമായി മാറുന്നതാണ്. അതുകൊണ്ട് സദാസമയവും നമ്മൾ വിശുദ്ധ ഖുർആനിലെ ആയത്തിന്റെ വെളിച്ചത്തിൽ ഹജ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാം പറഞ്ഞ തഖ്വ സ്വായത്തമാക്കാൻ സ്ഥായിയായി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് ആത്മവിശകലനം ചെയ്യാൻ നാം സദാ സന്നദ്ധരായിരിക്കണം. നമ്മൾ നമ്മുടെ ജീവിതങ്ങൾ ഇങ്ങനെ ആക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ശൈത്താനെ നേരിടാൻ സന്നദ്ധരാകുന്നതാണ്. ശൈത്താനെതിരിൽ അപ്രകാരം അള്ളാഹു നമ്മെ സഹായിക്കുന്നതുമാണ്. ശൈത്താന്റെ ഓരോ ആക്രമണത്തെയും അവൻ നിഷ്പ്രഭമാക്കുന്നതാണ്. ശൈത്താൻ ഈ കാലഘട്ടത്തിൽ നമ്മെ 4 ഭാഗത്തു നിന്നും വലയം ചെയ്തിരിക്കുന്നു. ദൈവസഹായം കൂടാതെ ശൈത്താന്റെ വലയത്തിൽ നിന്നും, പിടുത്തത്തിൽ നിന്നും പുറത്തു കടക്കുക അസാധ്യമാകുന്നു. ദൈവസഹായം തഖ്വയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് മാത്രമാണ് ലഭിക്കുക. നമ്മൾ എപ്പോഴും ഈ ഒരു കാര്യം ഓർത്തിരിക്കേണ്ടതാണ്. അതായത് ഈ കാലഘട്ടം പ്രത്യേകമായ നിലയിൽ ശൈത്താന്റെ ആക്രമണങ്ങളുടെ കാലമാകുന്നു. അവൻ പല പല ഉപായങ്ങളും കുതന്ത്രങ്ങളും ആയുധങ്ങളുമായി നിരന്തരം ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതെത്രമാത്രം ഭയാനകമായ ആക്രമണങ്ങളാണെന്ന് വെച്ചാൽ, സമാനമായ രീതിയിലുള്ള ആക്രമണങ്ങൾ നമുക്ക് മുമ്പൊരിക്കലും നടന്നതായി കാണാൻ സാധിക്കുന്നതല്ല. ആയതിനാൽ അത്തരമൊരു അവസ്ഥയിൽ അള്ളാഹുവിൻ്റെ ഭാഗത്തേക്ക് പ്രത്യേകമായും കുനിയേണ്ടത് അനിവാര്യമാണ്. TV, സോഷ്യൽ മീഡിയ, മറ്റ് പ്രോഗ്രാമുകൾ, അല്ലെങ്കിൽ കുട്ടികളുടെ സ്കൂൾ, അവരുടെ പ്രോഗ്രാമുകൾ തുടങ്ങിയ എല്ലായിടങ്ങളിലും ശൈത്താൻ ദജ്ജാലുമായി ചേർന്ന് വളരെ ഭയാനകമായ അവസ്ഥ ഉണ്ടാക്കിയിരിക്കുന്നു. അതിൽ നിന്നും രക്ഷപ്പെട്ട് പുറത്തു കടക്കാൻ ദൈവസഹായം അത്യന്താപേക്ഷിതമാണ്. ഈ സമയത്ത് ഏറ്റവും അധികം ചിന്തയുണ്ടായിരിക്കേണ്ടത് തങ്ങളുടെ മക്കളെയും അടുത്ത തലമുറകളെയും ദജ്ജാലിൻ്റെയും ഷെയ്ത്താൻ്റെയും ആക്രമണങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നതിനെ കുറിച്ചാണ്. അത് വളരെ അനിവാര്യമാകുന്നു. അതിനുവേണ്ടി ഓരോ അഹമ്മദി മാതാപിതാക്കളും നിരന്തരം പരിശ്രമിക്കേണ്ടതാണ്. ജമാഅത്തിന്റെ വ്യവസ്ഥക്കും സംവിധാനത്തിനും അക്കാര്യത്തിലുള്ള പരിശ്രമങ്ങൾ നടത്തേണ്ടതായുണ്ട്. അതുകൊണ്ട് ബുദ്ധിയും പക്വതയും ആർജിച്ച ഓരോ അഹമ്മദിയും ദൈവസവിധത്തിൽ കുമ്പിട്ടുകൊണ്ട്, ദൈവസഹായം അർത്ഥിച്ചുകൊണ്ട് തഖ്വയുടെ ഉദാത്തമായ നിലവാരങ്ങൾ സ്വായത്തമാക്കാൻ
പരിശ്രമിച്ചു കൊണ്ടേയിരിക്കേണ്ടതാണ്. അങ്ങനെ ദജ്ജാലിനെ ദൈവസഹായത്താൽ നമുക്ക് നേരിടാനാകുന്നതാണ്. റമദാൻ കഴിഞ്ഞാലും നാം അലസരായി റിലാക്സായി ഇരിക്കാൻ പാടില്ല. സുഖലോലുപതയിൽ വിഹരിക്കാൻ പാടില്ല. മറിച്ച് തങ്ങളുടെ ഖുറാനിക പരിജ്ഞാനത്തെ, ദീനി വിജ്ഞാനത്തെ വർദ്ധിപ്പിക്കുന്നതിന് പ്രത്യേകമായും ശ്രമിക്കുകയും ശ്രദ്ധിക്കേണ്ടതുമാണ്. അങ്ങനെ ഒരു പ്രത്യേക അന്തരീക്ഷം നമ്മുടെ വീടുകളിൽ സ്ഥിരമായി ഉണ്ടാകും. മറിച്ച് നമ്മുടെ ആരാധനാ കർമ്മങ്ങളെയും നാം കാത്തു സൂക്ഷിക്കേണ്ടതാണ്. ശൈത്താന്റെയും ദജ്ജാലിന്റെയും ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി പ്രത്യേകമായും ദുആകളിലേക്കും ശ്രദ്ധിക്കേണ്ടതാണ്. ശൈത്താന്റെ ആക്രമണങ്ങളെയും കുതന്ത്രങ്ങളെയും സംബന്ധിച്ച് വിശദീകരിച്ചുകൊണ്ട് ഒരു സന്ദർഭത്തിൽ ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഓർക്കുക, ദജ്ജാൽ യഥാർത്ഥത്തിൽ ശൈത്താന്റെ പ്രകട സ്വരൂപത്തെയാണ് പറയുന്നത്, പ്രതിനിധിയെയാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം സന്മാർഗത്തിൽ നിന്നും അകറ്റുന്നവൻ എന്നാകുന്നു. എന്നാൽ അവസാന കാലത്തെ സംബന്ധിച്ച് മുൻ ഗ്രന്ഥങ്ങളിൽ ഇപ്രകാരം വന്നിരിക്കുന്നു, അക്കാലത്ത് ശൈത്താനുമായി ഒരുപാട് യുദ്ധങ്ങൾ ഉണ്ടാകുന്നതാണ്. എന്നാൽ ഒടുക്കം ശൈത്താൻ പരാജയപ്പെടുന്നതാണ്. അങ്ങനെ ഒരു പ്രതീക്ഷയുടെ കിരണവും നമുക്ക് നൽകുന്നുണ്ട്. അതായത് തഖ്വയിൽ ചരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ശൈത്താൻ വരുതിയിൽ വരുന്നതാണ്. പറയുന്നു, എല്ലാ പ്രവാചകന്റെയും കാലഘട്ടത്തിൽ ശൈത്താന് പരാജയമേറ്റിട്ടുണ്ട്. പക്ഷെ അത് കേവലം ആലങ്കാരിക രൂപത്തിലായിരുന്നു, പൂർണ്ണമായ രൂപത്തിലായിരുന്നില്ല. എന്നാൽ യഥാർത്ഥ നിലയിൽ അതിൻ്റെ പരാജയം മസീഹിന്റെ കൈകൾ കൊണ്ടായിരിക്കും. ഇത് വിധിക്കപ്പെട്ട കാര്യമാകുന്നു. അള്ളാഹു ഈ വിജയത്തെക്കുറിച്ച് എത്രമാത്രം വാഗ്ദാനം തന്നിട്ടുണ്ട് എന്നാൽ പറയുന്നു, വജായിലുല്ലസീന തബൂക ഫൗകല്ലസീന കഫറു ഇലാ യൗമിൽ ഖിയാമ. അതായത് പറഞ്ഞു, നിന്നെ ശരിയായ നിലയിൽ പിൻപറ്റുന്നവരെ അവരുടെ എതിരാളികൾക്ക് മേൽ ഖയാമത്ത് നാൾ വരെയും നാം വിജയിപ്പിക്കുന്നതാണ്. യഥാർത്ഥ അനുചരന്മാരാകുന്നതിനും അദ്ദേഹത്തിന്റെ അധ്യാപനങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നതിനും തഖ്വ അഥവാ സൂക്ഷ്മത പാലിക്കേണ്ടത് ഉണ്ട്. പറയുന്നു, ശൈത്താൻ ഈ അവസാന കാലഘട്ടത്തിൽ പൂർണ്ണ ശക്തിയോടുകൂടി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ആത്യന്തിക വിജയം നമ്മുടേത് തന്നെയായിരിക്കും ഇൻഷാ അല്ലാഹ്. അതിനാൽ ശൈത്താന്റെയും ദജ്ജാലിന്റെയും ആക്രമണങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതിനും വിജയം ലഭിക്കുന്നതിനുമുള്ള വാഗ്ദാനം അള്ളാഹു ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിനോട് ചെയ്തിട്ടുണ്ട്. ആ മഹാത്മാവിനും 2-3 തവണ ഇത് ഇൽഹാമായി, വെളിപാടായി ലഭിച്ചിട്ടുണ്ട്. എന്നാൽ അതിനെ യഥാർത്ഥ നിലയിൽ പ്രയോജനപ്പെടുത്തുന്നവർ അദ്ദേഹത്തെ ശരിയായി അനുസരിക്കുന്നവരും അദ്ദേഹത്തിന്റെ അധ്യാപനങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നവരും മാത്രമായിരിക്കും. ഇതേക്കുറിച്ച് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, എൻ്റെ അനുയായികൾ ഖയാമത്ത് നാൾ വരെയും എൻ്റെ എതിരാളികൾക്കും നിഷേധികൾക്കും മേൽ വിജയം ലഭിക്കും എന്നത് വളരെ സത്യമാണ്. എന്നാൽ ഒരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട്, എൻ്റെ കയ്യിൽ കേവലം ബയ്യത്ത് അഥവാ അനുസരണ പ്രതിജ്ഞ ചെയ്യുന്ന ഓരോരുത്തരും ഒരിക്കലും ആ ഒരു കാരണം കൊണ്ട് മാത്രം എൻ്റെ അനുയായി വൃത്തത്തിൽ ഉൾപ്പെടുന്നതല്ല. അനുയായികളിൽ കേവലം ബയ്യത്ത് ചെയ്യുന്നവർ മാത്രം ആയിരിക്കില്ല ഉൾപ്പെടുക. തങ്ങൾക്കുള്ളിൽ ആ അനുസരണത്തിന്റെ പൂർണ്ണമായ അവസ്ഥ ഉണ്ടാകാത്തിടത്തോളം അനുയായികളിൽ ഉൾപ്പെടാൻ അവർക്ക് സാധ്യമല്ല. പൂർണ്ണമായും പിന്തുടരാതെ കണ്ട്, അതായത് അനുസരണത്തിൽ വിലയം പ്രാപിക്കുകയും കാലടികളിൽ ചലിക്കുകയും ചെയ്യുന്നതുവരെ അനുസരണം എന്ന പദം അർത്ഥവത്താകുന്നതല്ല. പറയുന്നു, ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് അള്ളാഹു എനിക്ക് എൻ്റെ അനുസരണത്തിൽ ലീനരാകുന്ന, എന്നെ പൂർണ്ണമായും പിൻപറ്റുന്ന ഒരു ജമാഅത്ത് എനിക്ക് വേണ്ടി വിധിച്ചിട്ടുണ്ട് എന്നാണ്. അള്ളാഹു ഇത്തരം ഒരു ജമാഅത്ത് അദ്ദേഹത്തിന് നൽകുന്നതാണ്. അത് നമ്മളോ മറ്റുള്ളവരോ ആരുമാകാം. ഇന്നല്ലെങ്കിൽ നാളെ കിട്ടുന്നതാണ്. മുമ്പും കഴിഞ്ഞു കടന്നവരും ആകാം. അതല്ലെങ്കിൽ നമ്മളിൽ ചിലരോ ഭൂരിപക്ഷമായിരിക്കാം. ജമാഅത്ത് അദ്ദേഹത്തിന് അത്തരമൊരു ജമാഅത്ത് തീർച്ചയായും ലഭിക്കുന്നതാണ് തന്നെയാണ്. അത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. ഈ വാക്കുകൾ നമ്മെ വളരെയധികം പിടിച്ചു കൊലക്കുന്നവയാണ്. നാം സ്വയം കണക്കെടുപ്പ് നടത്തണം. നാം നമ്മുടെ അനുസരണത്തിന്റെ നിലവാരം എത്തരത്തിലാണ് വച്ചിട്ടുള്ളത്? ഹസ്രത്ത് മസീഹ് മൗഊദ്
അലൈഹി ഇസ്ലാം തന്റെ ജമാഅത്തിനും അതുപോലെ തന്നെ യഥാർത്ഥമായി പിന്തുടരുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി ചെയ്തിട്ടുള്ള ദുആകളുടെ അവകാശികളായി നാം മാറുന്നുണ്ടോ? ഹജറത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ അനുയായികൾക്ക് മേൽ വർഷിക്കുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുള്ള അനുഗ്രഹങ്ങളെ സ്വാംശീകരിക്കുന്നവരായി നാം മാറുന്നുണ്ടോ? ഹജറത്ത് മസീഹ് അലൈഹി ഇസ്ലാം തന്റെ ജമാഅത്തുകളിൽ കാണാൻ ആഗ്രഹിക്കുന്ന തഖ്വയുടെ നിലവാരം സ്വായത്തമാക്കാൻ നമ്മൾ പരിശ്രമിക്കുന്നുണ്ടോ എന്ന് വിലയിരുത്തണം. അങ്ങനെ ഇല്ലെങ്കിൽ പിന്നെ ഏതാനും ദിവസങ്ങളുടെ ദുആകൾ മാത്രമായി അത് അവസാനിക്കുന്നതായിരിക്കും. ഏതാനും ദിവസത്തെ ദുആകളും കേവലം റമദാനിലെ ദുആകളും ഏതാനും ദിവസങ്ങളിലെ ഇബാദത്തുകളും ആരാധനാ കൃത്യങ്ങളും ദീനരോധനങ്ങളും നമ്മെ അള്ളാഹു ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിനോട് ചെയ്ത വാഗ്ദാനങ്ങളുടെ അനുഗ്രഹങ്ങൾക്ക് അവകാശിയാക്കാൻ പര്യാപ്തമല്ല. പിന്നെ ഇതേ വിഷയത്തെക്കുറിച്ച് കിഷ്തി നൂഹിന്റെ പേടകം എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി. പറഞ്ഞു, ഏതുവരെ ഹൃദയത്തിന്റെ ഉറച്ച തീരുമാനവും ദുആയും ഉളവാകുന്നില്ലയോ അതുവരെ കേവലം നാവ് കൊണ്ടുള്ള ബയ്യത്ത് അനുസരണ പ്രതിജ്ഞ ഏറ്റു പറയുന്നത് ഒരു പ്രയോജനവും നൽകുന്നതല്ല. ഇവിടെ പൂർണ്ണമായ ലക്ഷ്യത്തോടെ പ്രവർത്തനമില്ലെങ്കിൽ, അതായത് ഉദ്ദേശവും ദുആയും മുഖേന പൂർണ്ണമായും കർമ്മങ്ങൾ സമർപ്പിക്കേണ്ടതാണ്. എൻ്റെ അധ്യാപനം അനുസരിച്ച് പൂർണ്ണമായും പ്രവർത്തിക്കുന്നവർ മാത്രമാണ് എൻ്റെ ഈ ഭവനത്തിൽ പ്രവേശിക്കുന്നവർ. അതിനെക്കുറിച്ചാണ് അള്ളാഹുവിന്റെ വെളിപാടുകളിൽ ഇപ്രകാരം വാഗ്ദാനം വന്നിട്ടുള്ളത്: ഇന്നിയോ ഹാഫിദു കുല്ലമൻ ഫിദ്ദാർ, അതായത് നിന്റെ ഈ 4 മതിൽക്കെട്ടിനുള്ളിലുള്ള ഭവനത്തിലുള്ള എല്ലാവരെയും ഞാൻ രക്ഷിക്കുന്നതാണ് എന്ന ഭവനത്തിൽ ഉൾപ്പെടുകയുള്ളൂ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും വിപത്തുകളിൽ നിന്നും ആപത്തുകളിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാം നമുക്ക് നൽകിയ കുറിപ്പടി തൻ്റെ അധ്യാപനമനുസരിച്ച് ആത്മാർത്ഥരായി ദൈവഭയത്തിൽ വരാൻ പരിശ്രമിക്കുക എന്നതാണ്. അള്ളാഹു എങ്ങനെയാണ് ശൈത്താന്റെയും ദജ്ജാലിന്റെയും ആക്രമണങ്ങളിൽ നിന്ന് പിന്നെ രക്ഷപ്പെടുന്നത് എന്ന് നിങ്ങൾക്ക് പിന്നെ കാണാൻ സാധിക്കും. മാത്രമല്ല, ശൈത്താന് മേൽ ആധിപത്യം വരിക്കാനുള്ള ആയുധങ്ങളുമായി അള്ളാഹു നമ്മെ സർവസജ്ജരാക്കുന്നതാണ്. അതായത് നമ്മൾ രക്ഷപ്പെടുന്നവർ മാത്രമായിരിക്കല്ല, മറിച്ച് ശൈത്താനെ ഇല്ലായ്മ ചെയ്യുന്നതിനുമായി മാറുന്നതാണ്. ശൈത്താനെ എന്ന നീക്കുമായി അകറ്റുന്നവരും ദജ്ജാലിന്റെ ആക്രമണങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നവരുമായിരിക്കും. ദജ്ജാലിനെ ഉന്മൂലനം ചെയ്യുന്നവരായി നാം മാറുന്നതാണ്. ഹജറത്ത് മസീഹ് അലൈഹി ഇസ്ലാം മറ്റൊരു സന്ദർഭത്തിൽ പ്രകാരം പറയുന്നു: ഓർക്കുക, അവന്റെ അഥവാ ശൈത്താന്റെ മരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശൈത്താൻ മരിച്ചു എന്ന് വാ കൊണ്ട് പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല, മറിച്ച് വീരവാദം മാത്രമാകാതെ ശൈത്താൻ മരണപ്പെട്ടു എന്ന് നിങ്ങൾ കർമ്മങ്ങളിലൂടെ തെളിയിച്ചു കാണിക്കണം. ശൈത്താന്റെ മരണം വാക്കുകളിലൂടെയല്ല സംഭവിക്കുക, മറിച്ച് നമ്മുടെ അവസ്ഥാവിശേഷം കൊണ്ട് ആയിരിക്കണം നാം വിളംബരപ്പെടുത്തേണ്ടത്. മാത്രമല്ല, നമ്മുടെ ഓരോരോ പ്രവർത്തനവും കർമ്മവും അവസ്ഥകളും നാം നമ്മുടെ ശൈത്താനെ വധിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് വെളിപ്പെടുത്തുന്ന നിലയിലുള്ളതായിരിക്കണം. പറയുന്നു, അവസാന കാലത്തിലെ മസീഹിന്റെ വരവോടെ ഷെയ്ത്താൻ പൂർണ്ണമായി മരണപ്പെടുന്നതാണെന്ന് ദൈവവാഗ്ദാനമുണ്ട്. ഷെയ്ത്താൻ ഓരോ മനുഷ്യന്റെ കൂടെ ഉണ്ടെങ്കിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷെയ്ത്താൻ മുസ്ലിമായി തീർന്നു. ഇതൊരു ഉദാഹരണം എന്ന നിലക്കും സുന്നത്ത് എന്ന നിലക്കും നമുക്ക് മുന്നിൽ വിവരിച്ചതാണ്. ഷെയ്ത്താന് മേൽ പൂർണ്ണ നിയന്ത്രണം കൈവരിക്കണമെങ്കിൽ ഈ സുന്നത്തനുസരിച്ച് പ്രവർത്തിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ആ മഹാത്മാവ് പറയുന്നു, ഈ കാലഘട്ടത്തിൽ ഷെയ്ത്താൻ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യപ്പെടും എന്നത് ദൈവവാഗ്ദാനമാണ്. ഷെയ്ത്താൻ ലാഹൗൽ എന്ന് ദുആ കൊണ്ട് ഓടിപ്പോകുന്നു എന്ന് നിങ്ങൾക്ക് അറിവുള്ളതാണ്. ലാഹൗൽ വലാ ഖുവത ഇല്ലാ ബില്ലാ, ഈ ദുആ ചൊല്ലിയാൽ ഷെയ്ത്താൻ ഓടിപ്പോകും. എന്നാൽ ഇത് സർവ്വസാധാരണമായ ലാഹൗൽ അല്ല. കേവലം നാവ് കൊണ്ട് ലാഹൗൽ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം 100 തവണ ലാഹൗൽ ചൊല്ലിയാലും ഷെയ്ത്താൻ അകന്നു പോകുന്നതല്ല. യഥാർത്ഥത്തിൽ ആരുടെ അസ്തിത്വത്തിന്റെ ഓരോ കണികയിലും ലാഹൗൽ സന്നിവേശിക്കപ്പെടുകയും എല്ലാ സമയത്തും അവർ ദൈവസഹായം അർത്ഥിച്ചുകൊണ്ടിരിക്കുകയും അവനിൽ നിന്ന് അനുഗ്രഹം കരസ്ഥമാക്കുകയും ചെയ്യുമ്പോൾ അത്തരക്കാരിലാണ് ഷൈത്താനിൽ നിന്ന് രക്ഷപ്പെടാനുള്ള യോഗ്യത അത്തരക്കാർക്കാണ് ഉണ്ടാകുന്നത്.
ആര് ലാഹോൽ എന്ന് ചൊല്ലുമ്പോൾ ആ ശബ്ദം ഉള്ളിൽ തട്ടി വരുന്നതായിരിക്കണം, ഹൃദയത്തിൽ നിന്നും നിർഗമിക്കുന്നതായിരിക്കണം, അതിൻ്റെ അർത്ഥം ഗ്രഹിച്ചു കൊണ്ടുള്ളതായിരിക്കണം. കേവലം അധരവ്യായാമമായി അത് മാറരുത്. അത്തരത്തിലുള്ള ആളുകളാണ് ആത്യന്തിക വിജയം നേടുന്നവർ. പിന്നെ ഒരു സദസ്സിൽ അദ്ദേഹം പറയുന്നു, ഓർക്കുക, അള്ളാഹു വിശുദ്ധ ഖുർആന്റെ ആരംഭത്തിൽ ദുആ പഠിപ്പിച്ചു തന്നിരിക്കുന്നു. വിശുദ്ധ ഖുർആന്റെ ആരംഭവും ദുആയിലൂടെയാണ് നടന്നിരിക്കുന്നത്, അത് അവസാനിപ്പിച്ചതും ദുആയിൽ തന്നെയാണ്. അതിൻ്റെ അർത്ഥം മനുഷ്യൻ ദുർബലനാണ് എന്നാണ്. ദൈവാനുഗ്രഹം കൂടാതെ അവന് പരിശുദ്ധി നേടാൻ സാധ്യമല്ല എന്നാണ്. ഒരു സദസ്സിൽ ഈ കാര്യം പറഞ്ഞതാണ്. ആ ഒരു നിവേദനത്തിൽ മറ്റൊരു സ്ഥലത്ത് ഇങ്ങനെയും ഒരു വാചകം വന്നിട്ടുണ്ട്: നിങ്ങൾ സ്വയം പരിശുദ്ധരാണെന്ന് പ്രഖ്യാപിക്കരുത്, കാരണം അള്ളാഹു പരിശുദ്ധി വരുത്താത്തിടത്തോളം ആരും പരിശുദ്ധരായി മാറുന്നതല്ല. തുടർന്ന് പറയുന്നു, ഏതുവരെ അള്ളാഹുവിൽ നിന്നും സഹായവും പിന്തുണയും ലഭ്യമാകുന്നില്ലയോ അതുവരെ നന്മയിൽ പുരോഗതി നേടാൻ ആർക്കും സാധ്യമല്ല. നന്മയിൽ അഭിവൃദ്ധിപ്പെടാൻ ദൈവസഹായം അനിവാര്യമാണ്. ഒരു ഹദീസിൽ പ്രകാരം വന്നിരിക്കുന്നു, അള്ളാഹു ജീവൻ നൽകിയവർ ഒഴികെ മറ്റെല്ലാവരും മൃതരാകുന്നു. അള്ളാഹു സന്മാർഗം നൽകിയവരൊഴികെ എല്ലാവരും വഴികേടിലുള്ളവരാകുന്നു. അള്ളാഹു കാഴ്ച നൽകിയവർ ഒഴികെ എല്ലാവരും അന്ധന്മാരാകുന്നു. ചുരുക്കത്തിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭ്യമാകാത്തിടത്തോളം ഭൗതികതയോടുള്ള സ്നേഹത്തിൻ്റെ ചങ്ങലകൾ കഴുത്തിലെ മാലകളായി കിടക്കുമെന്നതാണ് സത്യം. ഇതിൽ നിന്നും മോചനം പ്രാപിക്കുന്നവർ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കരസ്ഥമാക്കിയവർ ആണ്. എന്നാൽ ഓർക്കുക, ദൈവാനുഗ്രഹങ്ങളും ദുആകൾ മുഖേനയാണ് ഉണ്ടാകുക. ദൈവാനുഗ്രഹങ്ങൾ കരസ്ഥമാക്കണമെങ്കിൽ അതിനുവേണ്ടിയും ദുആ ചെയ്യണം. എന്നാൽ ദുആ വെറും വായിട്ടലക്കലിന്റെ പേര് അല്ല എന്ന് മനസ്സിലാക്കണം. മറിച്ച് ദുആ എന്നത് ഒരു തരത്തിലുള്ള മരണം വരിക്കുന്നതാകുന്നു. അതിനുശേഷമാണ് ജീവിതം ലഭിക്കുന്നത്. പഞ്ചാബിയിൽ ഒരു കവിതാ ശകലമുണ്ട്: ജോ മംഗെ സോ മർ രഹെ മേരെ സെ മംഗൻ ജാ. അതായത് ചോദിക്കുന്നവൻ തനിക്കുമേൽ ഒരു മരണത്തെ സ്വീകരിക്കേണ്ടി വരും. അങ്ങനെ മരണം പ്രാപിക്കുന്നതിനുള്ള ധൈര്യമുണ്ടെങ്കിൽ മാത്രം, മരിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം ദൈവസമക്ഷം അർത്ഥിക്കുന്നവനായി മാറുക. അതിന് സാധ്യമാണെങ്കിൽ, അതിന് തയ്യാറാണെങ്കിൽ പിന്നെ നിങ്ങൾ ദൈവത്തിന് മുന്നിൽ അർത്ഥിയായി മാറുക, ചോദിക്കുന്നതിനായി മാറുക. പറയുന്നു, ദുആയിൽ ഒരു കാന്തിക ശക്തിയുണ്ട്. അത് ദൈവാനുഗ്രഹങ്ങളെ തങ്ങളിലേക്ക് ആകർഷിക്കുന്നു. വെറും വാ കൊണ്ട് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറയുകയും ഹൃദയത്തിൽ ഇന്ന് കച്ചവടം ഇന്ന് നടത്തണം എന്നുള്ള ചിന്തയുമാണെങ്കിൽ അതെന്ത് ദുആയാണ്? അതൊരു ദുആ അല്ല. നാവ് ഒരു ഭാഗത്തേക്ക് ചലിക്കുന്നു, മസ്തിഷ്കവും ഹൃദയവും മറ്റൊരു ഭാഗത്തിലേക്ക് എതിർ ദിശയിൽ ചലിക്കുന്നു. ഇന്ന കാര്യം ബാക്കിയായി, ഇന്ന കാര്യം ഇങ്ങനെ ആകണമായിരുന്നു എന്നും ഇങ്ങനെ ആയാൽ അങ്ങനെ ആകുമായിരുന്നു എന്നും തുടങ്ങിയ ഭൗതിക കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധയൂന്നിക്കൊണ്ട്, ആ ഒരു ചിന്ത മാത്രം ഉണ്ടായിക്കൊണ്ട്, ഭൗതികത മാത്രം മുൻനിർത്തിക്കൊണ്ട് പാ കൊണ്ട് ദുആ ചെയ്യുന്നതിൽ അർത്ഥമില്ല. ഇത് പാഴാക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെ, വിശുദ്ധ ഖുർആനെ മുന്തിക്കാതെ അതനുസരിച്ച് പ്രവർത്തിക്കാതെ ഇടത്തോളം ആ ഒരാളുടെ നമസ്കാരങ്ങൾ വെറും സമയം പാഴാക്കൽ മാത്രമാണ്. അള്ളാഹു നമുക്ക് നൽകിയ അധ്യാപനങ്ങൾ വിശുദ്ധ ഖുർആനിൽ ഉണ്ട്. അവ ഓതുക. റമദാനിൽ നമ്മൾ ഖുർആൻ ഓതിക്കൊണ്ടിരുന്നു, ദർസുകൾ കേട്ടുകൊണ്ടിരുന്നു. അത് പ്രാവർത്തികമാക്കി നോക്കുക. പിന്നെയുള്ള ജീവിതം എങ്ങനെയായിരിക്കും? അതായിരിക്കും യഥാർത്ഥ ജീവിതം. അങ്ങനെ ദൈവാനുഗ്രഹം സിദ്ധിച്ചവരുടെ ജീവിതമായി അത് മാറുന്നതായിരിക്കും. തുടർന്ന് അദ്ദേഹം പറയുന്നു, വിശുദ്ധ ഖുർആനിൽ വ്യക്തമായി എഴുതിയിരിക്കുന്നു, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അതായത് ദുആ ചെയ്തുകൊണ്ട്, തുടർച്ചയായി ദുആ ചെയ്തുകൊണ്ട് മനുഷ്യന്റെ ഹൃദയം ഉരുകുകയും ദൈവസവിധത്തിലേക്ക് ഒലിച്ചു വരികയും, പ്രതീകാത്മകമായി ദൈവസവിധത്തിലേക്ക് ഹൃദയം ലയിച്ച് പ്രാപിച്ചുകൊണ്ട് പൂർണ്ണ ആത്മാർത്ഥതയോടെയും സത്യസന്ധവുമായി അവനിലേക്ക് കുനിയുകയും ചെയ്യുകയാണെങ്കിൽ, അതുപോലെ എല്ലാ ചിന്താ വ്യാപാരങ്ങളെയും മായ്ച്ചു കളഞ്ഞ് അവനിൽ നിന്നും, അള്ളാഹുവിൽ നിന്നും അനുഗ്രഹവും സഹായം തേടുകയാണെങ്കിൽ,
മാത്രമേ കാര്യമുള്ളൂ. ഒരു തരത്തിലുള്ള തേങ്ങലും വിങ്ങലും ഹൃദയവേദനയും ഉണ്ടാകുന്ന രീതിയിൽ അവനിലേക്ക് ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ വിജയത്തിന്റെയും മോക്ഷത്തിന്റെയും കവാടങ്ങൾ തുറക്കപ്പെടുകയുള്ളൂ. വിജയം കരസ്ഥമാക്കാവുന്ന വിശ്വാസികളുടെ നമസ്കാരങ്ങൾ ഭയഭക്തി കൊണ്ട്, തഖ്വ കൊണ്ട് നിർഭരമായിരിക്കും. അപ്പോൾ മാത്രമേ വിജയത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നുള്ളൂ. പൂർണ്ണമായും ഹൃദയം വിങ്ങിപ്പൊട്ടുന്ന നിലയുണ്ടാകണം. അള്ളാഹുവിന്റെ അനുഗ്രഹവും സഹായം വരുന്നത് മനുഷ്യൻ പൂർണ്ണമായും അള്ളാഹുവിന് വേണ്ടി മാത്രം ദുആ ചെയ്യുമ്പോഴായിരിക്കും. അപ്പോൾ വിജയത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നതാണ്. അത് മുഖേന ഭൗതികതയോടുള്ള സ്നേഹം മരവിക്കുന്നതാണ്. കാരണം ഒരിടത്ത് ഒരിക്കലും രണ്ട് സ്നേഹങ്ങൾ ഒരുമിച്ച് കൂട്ടുക സാധ്യമല്ല. ഇതുപോലെ പറയുന്നു, ഹം ഖുദായ ഖാഹി വഹം ദുനിയായ ദൂ, ഈ ഖയാൽ അസ്തോ മഹാലസ്ത് ജുനു. നീ ദൈവത്തിന് മുന്നിൽ അർത്ഥ്യായും നിലകൊള്ളുന്നു, അതുപോലെ ഈ നിസ്സാരമായ ഭൗതിക ലോകത്തിനെയും കാക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ വെറും വ്യർത്ഥ ധാരണകൾ മാത്രമാണ്. ഇതൊക്കെ അസാധ്യവും അസംഭവ്യവുമായ കാര്യങ്ങളാണ്. കാരണം ഈ രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് കൂട്ടുക സാധ്യമല്ല. ഇത് ഭ്രാന്തരുടെ ജൽപ്പനങ്ങൾ മാത്രമാകുന്നു, ഭ്രാന്ത് മാത്രമാകുന്നു. പറഞ്ഞു, അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്, വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. ഇവിടെ ലഗ് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ഭൗതിക ലോകമാണ്. അതായത് മനുഷ്യന് നമസ്കാരത്തിൽ ആർദ്രതയും ദൈവഭയവും ഉണ്ടായി തുടങ്ങുമ്പോൾ അതിന്റെ ഫലമായി ഭൗതിക സ്നേഹം അവന്റെ ഹൃദയത്തിൽ തണുത്തു പോകുന്നതാണ്. ഇതുകൊണ്ടുള്ള വിവക്ഷ ഒരിക്കലും അവൻ കൃഷി, കച്ചവടം, ഉദ്യോഗവും ഒക്കെ ഉപേക്ഷിക്കണമെന്നല്ല. മറിച്ച് ഭൗതിക ലോകത്തിലെ വഞ്ചന നൽകുന്ന കർമ്മങ്ങൾ, അള്ളാഹുവിൽ നിന്നും അശ്രദ്ധമാക്കുന്ന പ്രവർത്തനങ്ങൾ, അവയിൽ നിന്ന് വിട്ടു നിൽക്കണം എന്നതാണ്. അതുപോലെ ദൈവകൽപ്പനകൾക്ക് ഘടകവിരുദ്ധമായ കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുക എന്നതാണ്. ഇതിന്റെ കൂടുതൽ വിശദീകരണം മറ്റൊരു സ്ഥലത്ത് ആ മഹാത്മാവ് ഇപ്രകാരം എഴുതിയിട്ടുണ്ട്. ഇതും ഒരു സദസ്സിൽ ആ മഹാത്മാവ് വിവരിച്ചതാണ്. അള്ളാഹു പറയുന്നു, റിജാലു ലാ തുൽഹിഹും തിജാറത്തും വലാ ബൈഉ അൻ സിക്രില്ലാഹ്. അതായത് വൻ കച്ചവട സ്ഥാപനങ്ങളും കച്ചവട കാര്യങ്ങളുമുള്ള നമ്മുടെ ചില ദാസന്മാർ ഒരു നിമിഷം നേരത്തേക്ക് പോലും നമ്മെ വിസ്മരിക്കാത്തവരായുമുണ്ട്. അത്തരക്കാരുമുണ്ട്. ജോലിയും ചെയ്യുന്നു, എന്നാൽ ദൈവത്തെ പാടെ വിസ്മരിക്കുന്നില്ല. പറയുന്നു, അള്ളാഹുവുമായി ബന്ധമുള്ളവരെ ഒരിക്കലും ഭൗതികർ എന്ന് വിളിക്കാൻ സാധിക്കുന്നതല്ല. മറിച്ച് അള്ളാഹുവിനെ പാടെ വിസ്മരിക്കുന്നവരെയാണ് ഭൗതികർ എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ ദാസന്മാർ എങ്ങനെയാണെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ആ മഹാത്മാവ് പറയുന്നു, അത്തരം ആളുകളുടെ കരച്ചിലും വിലാപവും, അതായത് ദൈവികദാസന്മാരുടെ ദീനരോധനങ്ങളും തേങ്ങലും ദൈവസവിധത്തിൽ വിനയാന്വിതരാകുകയും ചെയ്യുന്നതിൻ്റെ ഫലമായി ഒരാളുടെ ഭൗതിക സ്നേഹത്തിനേക്കാളും അത്യാർത്ഥിയെക്കാളും സുഖസൗകര്യങ്ങളെക്കാളും ദീനി സ്നേഹത്തെ മുന്തിക്കുന്നവരായി മാറുന്നതാണ്. ഇതാണ് ദീനിനെ ദുനിയാവിനേക്കാൾ മുന്തിക്കും എന്നതിൻ്റെ യഥാർത്ഥ വിവക്ഷ. കാരണം ഒരു നന്മ മറ്റൊരു നന്മയെ ആകർഷിക്കുന്നു എന്നതും അതുപോലെ ഒരു തിന്മ മറ്റൊരു തിന്മയെ ആകർഷിക്കുന്നു എന്നും ഒരു അംഗീകരിക്കപ്പെട്ട വസ്തുതയാണ്. ജനങ്ങൾ തങ്ങളുടെ നമസ്കാരങ്ങളിൽ ഭയഭക്തി അവലംബിക്കുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ഫലമായി വ്യർത്ഥമായ കാര്യങ്ങളിൽ നിന്നും അവർ വിമുഖരാകുന്നതാണ്. ഈ മ്ലേച്ഛമായ ഭൗതികതയിൽ നിന്നും അകലുന്നതാണ്. ഭൗതിക സ്നേഹം തണുത്തുറക്കുകയും അവരിൽ ദൈവിക സ്നേഹം സംജാതമാവുകയും ചെയ്യുന്നതാണ്. നമസ്കാരങ്ങൾ അവരെ കൂടുതൽ നന്മയിലേക്ക് നയിക്കുന്നതാണ്. ഭൗതികമായ കച്ചവടങ്ങൾ നടത്തുന്നവരായിട്ട് പോലും ഭൗതിക ലോകം അവരുടെ ജീവിത ലക്ഷ്യമായി മാറുന്നതല്ല. ഞാൻ കഴിഞ്ഞ ഖുത്ബയിലും ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിൻ്റെ വിശദീകരണത്തിൽ പറഞ്ഞതുപോലെ അവരുടെ ലക്ഷ്യവും ഉദ്ദേശവും സ്നേഹഭാചനവും അള്ളാഹുവിൻ്റെ അസ്തിത്വം മാത്രമായിരിക്കും. നമ്മുടെ ഉള്ളിലുള്ള ശൈത്താനെ വധിക്കുന്നതിന് വേണ്ടി നാം ഈ ഒരു നിലവാരത്തിൽ എത്തേണ്ടതുണ്ട്. ശൈത്താനെ ഓടിക്കുന്നതിന് വേണ്ടി വെറും ലാഹൗൽ എന്ന് പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് പര്യാപ്തമല്ല. മറിച്ച് ഓരോ നിമിഷവും നമ്മുടെ മനസ്സുകളിൽ
ഈ ഒരു ചിന്ത രൂഢമൂലമാകണം. അതായത് എല്ലാ ശക്തികളുടെയും ഉടമസ്ഥൻ അള്ളാഹു ആണ് എന്ന ഓർമ്മ എപ്പോഴും ഉണ്ടാകണം. അതായത് ദൈവഹിതം കൂടാതെ ഒരു ഇല പോലും പൊഴിയുന്നില്ല എന്ന് മനസ്സിലാക്കണം. പറയുമ്പോൾ നമ്മളിൽ അധിക പേരും ഇത് തന്നെയാണ് നമ്മുടെ വിശ്വാസമെന്ന് ഏറ്റു പറയും. ഞങ്ങൾ അക്കാര്യം അംഗീകരിക്കുന്നെന്ന് വാദിക്കും. എന്നാൽ പ്രവർത്തനപരമായി കർമ്മപരമായി കാണിക്കേണ്ട ഘട്ടം വന്നാൽ മറ്റുള്ള ഭയങ്ങൾ, ഭൗതികമായ ഭയങ്ങളും അതുപോലെ ലൗകിക സ്നേഹങ്ങളും ആഗ്രഹാഭിലാഷങ്ങളും അവരുടേത് അള്ളാഹുവിനോടുള്ള സ്നേഹത്തെക്കാൾ അതിജയിച്ച് നിൽക്കുന്നതും മുന്തിച്ചു നിൽക്കുന്നതുമായിരിക്കും. അള്ളാഹുവിനുള്ള യഥാർത്ഥ വിശ്വാസത്തിന്റെയും അള്ളാഹുവിനോടുള്ള യഥാർത്ഥ ഇബാദത്തുകളുടെയും പ്രഭാവം നമ്മുടെ ശരീരത്തിനും ആത്മാവിനും ഉണ്ടാകണം. ദൈവത്തിനായുള്ള ആരാധനാ കർമ്മങ്ങളുടെ പ്രഭാവം നമ്മുടെ ശരീരത്തിനും ആത്മാവിനും ഒരുപോലെ ഉണ്ടാകണം. ഇതാണ് ഇബാദത്തുകളുടെ നിലവാരമെങ്കിൽ നമ്മുടെ പ്രത്യക്ഷത്തിലുള്ള അടിസ്ഥാനപരമായ സ്വഭാവങ്ങളും ധാർമ്മികതയും ഉന്നത നിലവാരത്തിലേക്ക് എത്തുന്നതാണ്. നമ്മുടെ ഹൃദയവും മസ്തിഷ്കവും ആത്മാവും പരിശുദ്ധമാകുന്നതാണ്. ശൈത്താന്റെ എല്ലാ ആക്രമണങ്ങളിൽ നിന്നും വഞ്ചനകളിൽ നിന്നും മനുഷ്യൻ അള്ളാഹുവിന്റെ അഭയത്തിൽ വരുന്നത് കാരണം അവൻ രക്ഷപ്പെടുന്നതാണ്. ഇബാദത്തുകളുടെ ഈ നിലവാരം കരസ്ഥമായാൽ ആ സമയത്ത് അവനിൽ ദൈവേതരമായ ഒരു അസ്തിത്വവും സ്വാധീനം ചെലുത്തുന്നതല്ല. നമസ്കാരങ്ങളുടെയും ഇബാദത്തുകളുടെയും കടമകൾ നിറവേറ്റുന്നതോടൊപ്പം മറ്റൊരു കാര്യം കൂടി നാം ഓർക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിനെ കുറിച്ച് ഹദീസിൽ ഇപ്രകാരം വന്നിരിക്കുന്നു: നമസ്കാരം എന്നത് ആരാധനകളുടെ ഇബാദത്തുകളുടെ അകക്കാമ്പാകുന്നു. ഈ ഒരു അന്തസത്ത സ്വായത്തമാക്കാൻ ശ്രമിക്കുമ്പോൾ മാത്രമാണ് നമസ്കാരത്തിന്റെ കടമകൾ നിറവേറ്റുന്നവരായി നാം മാറുകയുള്ളൂ. അങ്ങനെ നമ്മുടെ ഇബാദത്തുകളുടെ കടമകളും നാം നിറവേറ്റുന്നവരായി മാറുന്നതാണ്. അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കുന്നവരുമാകും. നമ്മുടെ ആത്മാവിലും ശരീരത്തിലും ഈ ഒരു വിപ്ലവം സംജാതമാകുന്നതായിരിക്കും. അതല്ലാതെ പുറംപൂച്ചായ നമസ്കാരം ഒരു പ്രയോജനവും നൽകുന്നതല്ല. ഒരുപാട് നമസ്കാരക്കാരുണ്ട്. അവർ പള്ളികളിൽ പോയി നമസ്കരിക്കുന്നു, എന്നാൽ ദ്രോഹങ്ങൾ അതിൻ്റെ പാരമ്യതയിലെത്തിക്കുകയും ചെയ്യുന്നു. ഭീകരവാദ സംഘടനകളും അതുപോലെ നാമധാരികളായ ഈ മുല്ലാക്കളും അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും പേരിൽ എന്തൊക്കെ ആക്രമണങ്ങളാണ് ചെയ്തു കൂട്ടുന്നത്. അവരാണെങ്കിൽ ലോകത്തിൻ്റെ ശാന്തി സമാധാനങ്ങൾ ഭംഗം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി അതിക്രമങ്ങൾ ചെയ്യുന്നവരെക്കാൾ അധികം ദ്രോഹം ചെയ്യുന്നവരാണ് ഇക്കൂട്ടർ. അവർ ഭൗതികതയ്ക്ക് വേണ്ടി, അത് നേടാൻ വേണ്ടിയാണ് ദ്രോഹം ചെയ്യുന്നത്, അതിക്രമങ്ങൾ കാണിച്ചു കൂട്ടുന്നത്. എന്നാൽ ഇവർ റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെയും അതുപോലെ റഹ്മത്തുല്ലിൽ ആലമീൻ, സകല പ്രപഞ്ചങ്ങൾക്കും കാരുണ്യമായി വന്ന പ്രവാചകന്റെയും പേരിലാണ് അതിക്രമങ്ങൾ ചെയ്തു കൂട്ടുന്നത്. അവരുടെ ഈ ദുഷ്മാതൃകകൾ ഒരു അഹമ്മദിയെ ഇസ്ലാമിൻ്റെ ഉന്നത മാതൃക സ്ഥാപിക്കുന്നവരാക്കി മാറ്റേണ്ടതുണ്ട്. നമ്മുടെ നമസ്കാരങ്ങളും നമ്മുടെ ഇബാദത്തുകളും നമ്മുടെ ദുആകളും അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കുന്നതിന് വേണ്ടി മാറ്റേണ്ടതുണ്ട്. നമ്മൾ ഈ ലക്ഷ്യം കൈവരിച്ചാൽ നമ്മൾ ഹദരത്ത് മസീഹ് അലൈഹി ഇസ്ലാമിൻ്റെ ബൈഅത്തിന്റെ അനുസരണ പ്രതിജ്ഞയുടെ കടമകൾ നിറവേറ്റുന്നവരായി മാറും. അതുപോലെ തന്നെ റമദാന്റെ അനുഗ്രഹങ്ങൾ കരസ്ഥമാക്കുന്നവരുമായി മാറുന്നതാണ്. നമ്മുടെ നമസ്കാരങ്ങൾ എങ്ങനെയുള്ളതാകണം, എപ്പോഴാണ് നമ്മൾ അതിൻ്റെ കടമകൾ നിറവേറ്റാൻ നമുക്ക് സാധിക്കുക എന്നീ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു: ഓർക്കുക, എല്ലാ പ്രയാസങ്ങളെയും വിഷമതകളെയും എളുപ്പമാക്കി മാറ്റുന്ന സംഗതിയാണ് നമസ്കാരം. എല്ലാവരും ആപൽക്കരമായ കാര്യങ്ങളും അത് മുഖേന അകന്നു പോകുന്നു. എന്നാൽ നമസ്കാരം എന്നതുകൊണ്ട് ഇവിടെയുള്ള വിവക്ഷ പൊതുവിൽ ജനങ്ങൾ ആചാരമെന്നോണം നിർവഹിക്കുന്ന നമസ്കാരമല്ല, മറിച്ച് നമസ്കാരം കൊണ്ട് മനുഷ്യന്റെ ഹൃദയം വേദനാ നിർഭരമാകുകയും ഉരുകാൻ തുടങ്ങുകയും ചെയ്യുന്ന നമസ്കാരമാണ്. മനുഷ്യഹൃദയം ദൈവിക സവിധത്തിൽ വീണ് ഉരുകാൻ തുടങ്ങുന്നു. മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്.
നമസ്കാരങ്ങളെ സംരക്ഷിക്കുന്നത് അത് അള്ളാഹുവിന് ആവശ്യമുള്ളത് കൊണ്ടല്ല. നമ്മൾ നമസ്കാരം മുറപ്രകാരം അനുഷ്ഠിക്കുകയും അതിനെ നിലനിർത്തുകയും ചെയ്യുന്നത് അള്ളാഹുവിന് ആവശ്യമുള്ളത് കൊണ്ടല്ല. നമ്മുടെ ഇബാദത്തുകളുടെ ആവശ്യം അവനില്ല. അള്ളാഹുവിന് നമ്മുടെ നമസ്കാരത്തിന്റെ ഒരു ആവശ്യവുമില്ല. പറയുന്നു, നമ്മുടെ ഇബാദത്തുകളും നമസ്കാരവും അവൻ ആവശ്യമില്ല. അവൻ ഖനിയുൻ അനിൽ ആലമീൻ, എല്ലാത്തിൽ നിന്നും നിരാശ്രനാണ്. അവന് ഒന്നിന്റെയും ആവശ്യമില്ല. മറിച്ച് അതിന്റെ അർത്ഥം മനുഷ്യനാണ് ആവശ്യമുള്ളത് എന്നാണ്. മനുഷ്യൻ സ്വയം അവന്റെ നന്മ, അവന്റെ പുരോഗതിയാണ് ആഗ്രഹിക്കുന്നത് എന്നതൊരു വസ്തുതയാണ്. അതുകൊണ്ടാണ് അവൻ അള്ളാഹുവിനോട് സഹായം തേടുന്നത്. തന്റെ നേട്ടത്തിന് വേണ്ടിയാണ് അവൻ ദൈവവുമായി ബന്ധം സ്ഥാപിക്കുന്നത്. അള്ളാഹുവുമായി മനുഷ്യന് ബന്ധമുണ്ടായാൽ അവന് എല്ലാവിധ നന്മകളും ലഭിക്കുന്നത് കൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്യുന്നത്. അതാണ് വാസ്തവം. അങ്ങനെ ഒരു വ്യക്തിക്കെതിരെ ലോകം മുഴുവൻ ശത്രുവായി മാറിയാലും, അയാളെ നശിപ്പിക്കാൻ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടത്തിയാലും അയാൾക്ക് ഒരു നഷ്ടവും വരുത്താൻ അവർക്ക് സാധ്യമല്ല. അള്ളാഹു അയാൾക്ക് വേണ്ടി ലക്ഷക്കണക്കിന് ആളുകളെ നശിപ്പിക്കേണ്ടി വന്നാലും അവൻ അങ്ങനെ ചെയ്യുന്നതാണ്. ഈ ഒരൊറ്റ വ്യക്തിക്ക് വേണ്ടി അവൻ ലക്ഷങ്ങളെ ഇല്ലാതാക്കുന്നതാണ്. പറയുന്നു, ഓർക്കുക, നമസ്കാരങ്ങൾ ഈ ലോകത്തെയും പ്രകാശമാനമാക്കുന്നു, ദീനിനെയും പ്രഭാപൂരിതമാക്കുന്നു. രണ്ട് കാര്യങ്ങളും ഇതിൽ നിന്ന് ലഭിക്കുന്നു. മനുഷ്യന് അള്ളാഹുവിനെ പ്രാപിക്കാൻ വേണ്ടി നമസ്കരിക്കുകയാണെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളും നേടുന്നതാണ്. നമസ്കാരങ്ങൾ അതിൻ്റെ കടമകൾ നിറവേറ്റി മുറപ്രകാരം അനുഷ്ഠിക്കണമെന്ന് മാത്രം. എന്നാൽ അധികം ആളുകളുടെയും നമസ്കാരങ്ങൾ അവർക്ക് മേൽ ശാപം ചൊരിയുന്ന നമസ്കാരങ്ങളാണ്. അള്ളാഹു നമുക്ക് നമസ്കാരങ്ങളുടെ കടമകൾ നിറവേറ്റാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. അള്ളാഹുവിനെ നീരസനാക്കുന്ന, അള്ളാഹുവിന് ദേഷ്യം വരുത്തുന്ന നമസ്കാരങ്ങളായി നമ്മുടെ നമസ്കാരങ്ങൾ ആകാതിരിക്കട്ടെ. നമ്മൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളുടെ അവകാശികളായി തീരട്ടെ. അതിനുവേണ്ടി നമുക്ക് ദൈവവുമായി ബന്ധം സ്ഥാപിക്കാൻ സാധിക്കട്ടെ. അള്ളാഹു ഹദരത്ത് മസീഹ് അലൈഹി ഇസ്ലാമുമായി ചെയ്ത വാഗ്ദാനങ്ങളുടെ അനന്തരാവകാശികളായി മാറാൻ അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. നമ്മൾ നമ്മുടെ തലമുറകളുടെ നിലനിൽപ്പിനും ജാമ്യമായി നിലകൊള്ളുന്ന ഇബാദത്തുകൾ, ആരാധനകൾ അവരെ ശീലിപ്പിക്കുന്നവരായി നാം മാറട്ടെ. ഇതുണ്ടായാൽ ഹദരത്ത് മസീഹ് അലൈഹി ഇസ്ലാം പറയുന്നു, പിന്നെ ഭൗതികതയുടെ വഞ്ചനയും ശൈത്താന്റെ ആക്രമണവും നമ്മുടെ ഒരു രോമത്തെ പോലും പോറലേൽപ്പിക്കാൻ സാധിക്കുന്നതല്ല. ലോകം നമ്മുടെ നാശത്തിന് വേണ്ടി ആയിരക്കണക്കിന് പദ്ധതികൾ ആസൂത്രണം ചെയ്താലും അവർക്ക് നമുക്ക് ഒരു നഷ്ടവും വരുത്തി വെക്കാനാകുന്നതല്ല. ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ അള്ളാഹു തന്റെ ദാസന്മാർക്ക് വേണ്ടി ലക്ഷോപലക്ഷം കോടിക്കണക്കിന് ആളുകളെയും നശിപ്പിക്കാൻ തയ്യാറാകുന്നതാണ്. അള്ളാഹുവിന്റെ സ്നേഹവും അവന്റെ തൃപ്തിയും കരസ്ഥമാക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ ഇബാദത്തുകളുടെ നിലവാരം ഉയർത്തേണ്ടതാണ്. ദജ്ജാൽ ഈ കാലഘട്ടത്തിൽ എന്തായാലും നാശമടയുന്നതാണ്. ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു ചെയ്ത വാഗ്ദാനമാണത്. അതിൽ യാതൊരു സംശയത്തിനും വകയില്ല. നമ്മൾ നമ്മുടെ ഇബാദത്തുകളുടെ നിലവാരം ഉയർത്തി നമ്മുടെ അവസ്ഥകൾ നന്നാക്കി മാറ്റുമ്പോഴാണ് നാം യഥാർത്ഥത്തിൽ ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ ജമാഅത്തിൽ ഉൾപ്പെടാനുള്ള അർഹത നേടുന്നത്, അതിനുള്ള കടമകൾ നിറവേറ്റുന്നവരായി മാറുന്നത്. അങ്ങനെ ആയാൽ നാം വളരെ സൗഭാഗ്യവാന്മാരായി മാറുന്നതാണ്. ഈ ഒരു കടമ നിറവേറ്റുന്നതിന് വേണ്ടി ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാം നമുക്ക് നിർദ്ദേശിച്ച കുറിപ്പടി ദൈവസമക്ഷം ദീനവിലാപവും മനോവേദനയും ഉള്ളുരുക്കവുമാണ്. അതായത് കരഞ്ഞ് വിലപിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവസമക്ഷം വിനയം കൈക്കൊള്ളുമ്പോഴാണ് അത് ലഭിക്കുക. ഈ സ്ഥാനം കരസ്ഥമാക്കാൻ പരിശ്രമിക്കുവാൻ. ഇതെങ്ങനെയാണ് കരസ്ഥമാകുക? പറയുന്നു,
നിങ്ങളുടെ രാപ്പകലുകളും, അതായത് ഓരോ നിമിഷം പോലും ദുആകളിൽ നിന്ന് വിട്ടു കൊണ്ടുള്ളതായിരിക്കരുത്. ദുആകൾ ഒഴിഞ്ഞു പോകരുത്. ഈ അവസ്ഥ സംജാതമായാൽ നമ്മൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് അവകാശികളായി മാറുന്നതാണ്. എല്ലാ സാത്താനിക ആക്രമണങ്ങളും ദജ്ജാലിന്റെ ആക്രമണങ്ങളും അങ്ങനെ നിഷ്പ്രഭവും നിഷ്ഫലവുമാകുന്നതാണ്. അള്ളാഹു നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും അധ്യാപനങ്ങൾ അനുസരിച്ച് ജീവിക്കാനും ഹദരത്ത് മസീഹ് ഇസ്ലാമിൻ്റെ ആഗ്രഹങ്ങൾക്ക് വിധേയമായി കഴിച്ചുകൂടാനും അദ്ദേഹവുമായി നാം ചെയ്ത ഉടമ്പടിയുടെ ബയ്യത്തിന്റെ ഉടമ്പടിയുടെ കടമ നിറവേറ്റുന്നവരുമാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിതങ്ങളെ ദൈവതൃപ്തിക്ക് അനുഗുണമാക്കി തീർക്കാനുള്ള അതിന് യോഗ്യമായ ഒരു വിപ്ലവം, ഒരു മാറ്റം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാത്തിടത്തോളം നമ്മൾ സ്വസ്ഥമായി കഴിയുന്നതല്ലെന്നും നാം ശപഥം ചെയ്യേണ്ടതുണ്ട്. അതുപോലെ നമ്മൾ ഒരിക്കലും നമ്മുടെ തലമുറകൾ, അതുപോലെ മക്കൾക്കുള്ളിൽ ശൈത്താന്മാരുടെ കടന്നുകയറ്റം അനുവദിക്കരുത്. അതിനുവേണ്ടി എല്ലാ തരത്തിലുമുള്ള ശ്രമങ്ങൾ നടത്തുന്നതുമാണെന്ന് ശപഥം ചെയ്യണം. അള്ളാഹു അവന്റെ റസൂൽ നൽകിയ പാഠങ്ങൾ അനുസരിച്ച് നാം പരിശ്രമിക്കുന്നവരും ആയി മാറാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. മാത്രമല്ല, ലോകത്തെ തന്നെയും ശൈത്താനിൽ നിന്നും ദജ്ജാലിൽ നിന്നും സംരക്ഷിക്കാൻ, അവരെ പരിശുദ്ധരാക്കി വെക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. പാകിസ്ഥാനിലെ അഹമ്മദികൾക്ക് വേണ്ടിയും പ്രത്യേകം ദുആ ചെയ്യുക. അള്ളാഹു അവരെ എതിരാളികളുടെ എല്ലാതരം ദ്രോഹങ്ങളിൽ നിന്നും സംരക്ഷിക്കുമാറാകട്ടെ. അതിക്രമകാരികളുടെ ദ്രോഹങ്ങളെ അവരിലേക്ക് തന്നെ അവൻ തിരിച്ചുവിടട്ടെ. പാകിസ്ഥാനിൽ താമസിക്കുന്ന അഹമ്മദികളും പ്രത്യേകം കരഞ്ഞു വിലപിച്ച് ദുആ ചെയ്യേണ്ടതുണ്ട്. 3-4 ദിവസത്തെയോ ഒരാഴ്ചത്തെയോ ദുആ അല്ല, സ്ഥിരമായ ദുആ ചെയ്യേണ്ടതാണ്. മാത്രമല്ല, തങ്ങളുടെ ജീവിതങ്ങളെ ദൈവാഭീഷ്ടത്തിന് അനുസൃതമാക്കി മാറ്റുമെന്നും ശപഥം ചെയ്യുക. ബുർക്കിന ഫാസോ, ബംഗ്ലാദേശ്, അൾജീരിയ, അതുപോലെ ലോകത്തിലെ ഏത് രാജ്യങ്ങളിലുമുള്ള അഹമ്മദികൾക്ക് വേണ്ടിയും ദുആ ചെയ്യുക. അള്ളാഹു എല്ലാ അഹമ്മദികളെയും ശത്രുക്കളുടെ എല്ലാ ദ്രോഹങ്ങളിൽ നിന്നും സംരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു അവരുടെ വിശ്വാസത്തിലും ഈമാനിലും ഈക്കാനിലും ദൃഢജ്ഞാനത്തിലും കരുത്തു പകരുമാറാകട്ടെ. അള്ളാഹു നമുക്കുള്ളിൽ പരിശുദ്ധ മാറ്റം ഉണ്ടാക്കാനും അതുപോലെ ദുആകളിൽ തുടരാനും ഉള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. ആ ദുആകൾ അവൻ സ്വീകരിച്ചരുളുമാറാകട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله، إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.